ത്രിയേക ദൈവത്തിന് സ്തുതി. കഥാൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഈ ഹെവറോ ദിനങ്ങളിൽ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഓരോരുത്തരും ചെയ്യേണ്ടതായ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വിഷയവും അതുതന്നെയാണ്. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനകൾക്ക് മറുപടി തരണമേ, അതിനുവേണ്ടി മറഞ്ഞിരിക്കരുതേ എന്ന് ആണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. ഇവിടെ സമൂഹ പ്രാർത്ഥനയെക്കുറിച്ച് അല്ല പ്രതിപാദിക്കുന്നത്, പിന്നെയോ ഏകാന്ത പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിന് ആദ്യ സ്ഥാനം നൽകുകയാണ് എങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം ലഭിക്കും എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ ചെയ്യണം എന്നുള്ളതിന് ഒരു ചെറിയ കഥ പറയാം. ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടിയോട് പറഞ്ഞു, ഒരു ബക്കറ്റ് ക്ലാസ്സിലേക്ക് വാങ്ങിപ്പിച്ചു. അതിൽ അദ്ദേഹം കുറച്ച് ഉരുണ്ട കല്ലുകൾ ആദ്യമിട്ട് ആ ബക്കറ്റ് നിറച്ചു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, ഇനി ഇതിലെന്തെങ്കിലും വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒന്നും വരില്ല എന്ന്. എന്നാൽ അദ്ദേഹം കുറച്ച് ചരല് നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്നത് എടുത്ത് ഇതിലിട്ടു ഇളക്കിയപ്പോൾ, ഒന്ന് കുലുക്കിയപ്പോൾ ആ ചരലും അതിൽ ഉൾക്കൊണ്ടു. അതിനുശേഷം കുട്ടികൾ പറഞ്ഞു, ഇനി ഇതിനകത്തൊന്നും വരില്ല എന്ന്. എന്നാൽ അദ്ദേഹം കുറച്ച് മണൽ ഇതിനകത്ത് ഇട്ട് അഗെയിൻ ആ ബക്കറ്റ് കുലുക്കിയപ്പോൾ അതും അതിനകത്ത് സമാഗതമായി എന്ന് നമുക്ക് മനസ്സിലാകും. പിള്ളേർ അതിശയിച്ചു, സാറേ, ഇനി ഇതിനകത്ത് ഒന്നും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വലിയ ഒരു മഗ്ഗിൽ നിറച്ചു വയ്ച്ചിരുന്ന വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു. അതും അതിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് പിന്നെ ഇനിയും വരില്ല, ഒന്നും അതിലേക്ക് വരില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ലാതെയായി. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ഓരോ ഐറ്റവും അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ബക്കറ്റിൽ നിക്ഷേപിക്കുമായിരുന്നുവെങ്കിൽ ഇതെല്ലാം തന്നെ ആ ബക്കറ്റിൽ വരികയില്ലായിരുന്നു എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാം. അതുപോലെ ആണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ അതിനെ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നാം 3 തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്: ആവശ്യം, അനാവശ്യം, അത്യാവശ്യം. ഒരിക്കൽ കൂടി പറയാം: ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. പ്രവൃത്തിയും സംസാരവും സമയത്തിലും എല്ലാം നാം ഈ ലിസ്റ്റിനെ ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ ചുവടുവയ്പ്പിന് പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ശീലം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥന ഒരു ചടങ്ങല്ല, മറിച്ച് വിശ്വാസത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉറവെടുത്ത് ദൈവത്തിലേക്കുള്ള സാന്ദ്രമായ ഒഴുക്കിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മങ്ങളിലൂടെ പ്രകാശം അതിൽ പ്രതിഫലിക്കണം. ദൈവം സമീപസ്ഥനാണ്, പക്ഷേ പ്രാർത്ഥന ഇല്ലാത്തവർക്ക് അവർ വിദൂരസ്ഥനായി കാണപ്പെടുന്നു. യേശുവിൻ്റെ ജീവിതം പ്രാർത്ഥന വിദ്യാലയമായിരുന്നു. അവൻ തനിക്ക് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത് എന്ന്, പിന്നെയോ ലോകത്തിനു വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. യേശുവിൻ്റെ 40 രാവും 40 പകലും ഉപവസിച്ചുള്ള പ്രാർത്ഥനയും മല മുകളിൽ തനിച്ചുള്ള ദീർഘമായ പ്രാർത്ഥനയും വലിയ ബോധ്യവും ആവേശവും നമുക്ക് നൽകുന്നുണ്ട്. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് 3 തലങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം. ഒന്നാമത്തത് വ്യക്തിപരമായ പ്രാർത്ഥന. ഇതിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉൾപ്പെടുന്നു. അത് ആത്മീയമാകാം, ഭൗതികമാകാം. രണ്ടാമത്തത് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മനുഷ്യരാശിയുടെ ഐക്യത്തിന് വേണ്ടി എല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ കണ്ടുകൊണ്ട് യേശു പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് ഏവർക്കും അറിയാം. മൂന്നാമത്തത് സമൂഹ പ്രാർത്ഥനകൾ ആയിരുന്നു, ആരാധനകൾ. സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതുസ്ഥലങ്ങളിൽ പൊതു ആവശ്യത്തിന് വേണ്ടിയും. ഉദാഹരണം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന നടത്തിയതായി നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യേശു ഒരു യഥാർത്ഥ ഗുരു
എന്ന നിലയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന സദ്ഗുണം അവനിൽ നിന്നും പഠിക്കുവാൻ നമുക്ക് കഴിയുന്നു. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നാം മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മളുടെ ഓരോ ആവശ്യങ്ങളും അവൻ സാധിച്ചു തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി നാം ചെയ്യേണ്ടത് ഇടവിടാതെ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് മാത്രം ഈ ഹേബോറോ ദിനങ്ങളിൽ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.